നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കാലം ചെയ്ത കൽദായ സുറിയാനി സഭ ആർച്ച് ബിഷപ്പ് ഡോക്ടർ മാർ അപ്രേമിന് വിടചൊല്ലി സാംസ്കാരിക നഗരി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണ സംഭവത്തിൽ കോൺഗ്രസിന്റെ വ്യാപക പ്രതിഷേധം. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണ സംഭവത്തിൽ അന്വേഷണം നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി. SSF തൃശൂർ ഡിവിഷൻ സാഹിത്യോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ വരന്തരപ്പള്ളിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കാലം ചെയ്ത കൽദായ സുറിയാനി സഭ ആർച്ച് ബിഷപ്പ് ഡോക്ടർ മാർ അപ്രേമിന് വിടചൊല്ലി സാംസ്കാരിക നഗരി. തൃശൂർ മാർത്തുമറിയം വലിയ പള്ളിക്ക് സമീപത്തെ കുരുവിളയച്ചൻ പള്ളിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കബറടക്കി. രാവിലെ മാർ ഔഗിൻ കുര്യാക്കോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു. തുടർന്നാണ് പ്രധാന സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചത്. ഉച്ചതിരിഞ്ഞ് നഗരി കാണിക്കൽ ചടങ്ങിനെ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് ശേഷമായിരുന്നു സംസ്കാരം. വൈദികരും വിശ്വാസികളും പൗരപ്രമുഖരും നഗരി കാണിക്കൽ ചടങ്ങിൽ അണിനിരന്നു. കാൽഡിയൻ സിറിയൻ സ്കൂളിലെ കുട്ടികൾ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് നഗരി കാണിക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. വിലാപയാത്ര കടന്നുപോയ ഹൈ റോഡിലെയും സ്വരാജ് റൗണ്ടിലെയും വ്യാപാര സ്ഥാപനങ്ങൾ ഷട്ടറുകൾ താഴ്ത്തി മാർ അപ്രേമിന് ആദരമർപ്പിച്ചു. വിശുദ്ധ മാർ അബിമലക് തിമോഥെയൂസ്, മാർ ഔദീശോ, മാർ തോമാ ധർമ്മോ, മാർ തിമോഥെയൂസ് രണ്ടാമൻ, ഡോക്ടർ മാർ പൗലോസ് എപ്പിസ്കോപ്പ എന്നീ സഭാപിതാക്കന്മാർക്ക് സമീപമാണ് ഡോക്ടർ മാർ അപ്രേമിന് കബറടക്കം ഒരുക്കിയത്. മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മാർ ആൻഡ്രൂസ് താഴത്ത്, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP നേതാവ് K സുരേന്ദ്രൻ, ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള, റവന്യൂ മന്ത്രി K രാജൻ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയായിരുന്നു അന്ത്യം. അരനൂറ്റാണ്ടുകാലം കൽദായ സഭയെ നയിക്കുകയും സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മാർ അപ്രേം. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണ സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. സീലിംഗ് ഇളകി വീണതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന ആവശ്യം പരിഗണിച്ചില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ പോൾസൺ തെക്കുംപീടിക, അംഗങ്ങളായ മിനി ഡെന്നി, സതി സുധീർ എന്നിവർ യോഗം ബഹിഷ്കരിച്ച് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 1.25 കോടി രൂപയിൽ മുടക്കിയ ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണത്തിൽ വൻ അഴിമതിയെന്നാണ് കോൺഗ്രസ് ആരോപണം. വാർഡിന്റെ ഉൾഭാഗത്ത് വലിയ തോതിൽ സംഭവിച്ചത് മറക്കാനാണ് വാർഡിൽ സന്ദർശനത്തിനെത്തിയ പ്രതിപക്ഷ അംഗങ്ങളെ പ്രവേശിക്കുന്നതിൽ നിന്നും തടഞ്ഞതെന്നും കോൺഗ്രസ് ആരോപിച്ചു. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണവും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളായ രാജു തളിയപ്പറമ്പിൽ, ജിമ്മി മഞ്ഞളി, സിജോ പുന്നക്കര, ജെൻസൺ കണ്ണത്ത്, KS മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള നമ്മുടെ താലൂക്ക് ആശുപത്രി, പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് തകർന്നുകൂടുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ആ വിവരം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കമ്മിറ്റി, LDFന്റെ ഭരണത്തിലുള്ള കമ്മിറ്റി അതിന് തയ്യാറായില്ല. അവരിതിനെക്കുറിച്ച് ഇത് വളരെ ലാഘവത്തോടു കൂടി സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ അവർ തയ്യാറായതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ കമ്മിറ്റി ബഹിഷ്കരിച്ചുകൊണ്ട് UDFന്റെ അംഗങ്ങൾ, കോൺഗ്രസിന്റെ അംഗങ്ങൾ വർക്കൗട്ട് നടത്തി ഞങ്ങളിത് ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 1,75 ലക്ഷം രൂപയുടെ ഒരു കോൺട്രാക്റ്റാണ് ഈ ഐസൊലേഷൻ വാർഡിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ളത്. നമുക്കറിയാം ഗിഫ്റ്റ് ഫണ്ടിൽ നിന്ന് അനുവദിച്ചുള്ള ഈ സംഖ്യയ്ക്ക് KMCL എന്ന കമ്പനിയാണ് അവർ 90ഓളം അങ്ങനെ ഐസൊലേഷൻ വാർഡുകൾ ഹോസ്പിറ്റലുകളാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൽ ഒരു എണ്ണം ഇത് ഈ 1.25 കോടി രൂപയ്ക്കാണ് ഇതിന്റെ ടെൻഡർ എടുത്തിരിക്കുന്നത്. അത് സബ് കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ആ കെട്ടിടം ഇന്നലെ പരിശോധിക്കാൻ പോയപ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ളതാണ്.
ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക, കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം വീണ് മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക, പുതുക്കാട് ഗവൺമെൻറ് ആശുപത്രിയിലെ കെട്ടിട നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് അളഗപ്പ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ സെന്ററിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹരൺ ബേബി അധ്യക്ഷത വഹിച്ചു. ആൻസ് ആൻഡോ, ആൽബിൻ സ്റ്റാൻലി, അഭിജിത്ത് അഭിമന്യു, ആന്റണി കുറ്റുകാരൻ, ജിമ്മി മഞ്ഞളി, MP വർഗീസ്, KS മനോജ് കുമാർ, സന്തോഷ് പാറേക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് അടർന്നു വീണ സംഭവത്തിൽ അന്വേഷണം നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ. പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനമായതായും അദ്ദേഹം പറഞ്ഞു. സീലിംഗ് തകർന്നതിലുണ്ടായ നഷ്ടം കരാർ കമ്പനിയിൽ നിന്ന് ഈടാക്കാനും തീരുമാനമായി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടും. കഴിഞ്ഞ ദിവസമാണ് ഐസൊലേഷൻ വാർഡിന്റെ മുൻവശത്തെ സീലിംഗ് കാറ്റിൽ വീണതെന്നും വാർഡിൽ നടക്കുന്ന വൈദ്യുതീകരണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് ഇത് സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ചെറിയ തോതിലുള്ള പോരായ്മകൾ വലുതാക്കി ജില്ലയിലെ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രിയെ മോശമായി ചിത്രീകരിക്കാനും സർക്കാർ ആശുപത്രികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാക്കി സ്വകാര്യ ആശുപത്രികൾക്ക് നേട്ടമുണ്ടാക്കാനുമാണ് ചിലർ ശ്രമിക്കുന്നതെന്നും KM ചന്ദ്രൻ പറഞ്ഞു. ഈ ഐസൊലേഷൻ വാർഡ് സാധാരണ സിമൻറ്റ്, കട്ട, കമ്പി അങ്ങനെ അത്തരം മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചതല്ല. കേരളത്തിൽ പൊതുവെ ഒരു പ്രത്യേക മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവച്ച് പിടിപ്പിച്ച പ്രവൃത്തിയായി. നിർമ്മാണത്തിൽ അഴിമതിയുണ്ട്, ബ്ലോക്ക് പഞ്ചായത്താണ് അതിൻ്റെ നടത്തിപ്പുകാർ എന്ന് പറഞ്ഞ് രാജ്യത്ത് വന്ന വാർത്ത ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് വിശദമായിട്ട് ചർച്ച ചെയ്തു. പുതുക്കാട് ആസ്പത്രി ജില്ലയിലെ താലൂക്ക് ആസ്പത്രിയിൽ വെച്ച് ഡയാലിസിസ് അടക്കം നല്ല രീതിയിൽ നടത്തിപ്പോരുന്ന ആസ്പത്രിയാണ്. ആരോഗ്യമേഖലയെ സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ചും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടും കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. പുതുക്കാട് സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരിയിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സെബി കൊടിയൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ, UDF കൺവീനർ സോമൻ മൂത്രത്തിക്കര, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഷാജു കാളിയങ്കര, AB പ്രിൻസ്, മണ്ഡലം പ്രസിഡന്റുമാരായ രാജു തളിയപ്പറമ്പിൽ, ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല, സിജോ ഇടപ്പള്ളി, ഷാഫി കല്ലുപറമ്പിൽ, ബ്ലോക്ക് സെക്രട്ടറിമാരായ വർഗീസ് തെക്കേത്തല, ഷാജു മോനാട്, സിൻഡോ പയ്യപ്പള്ളി, സിജോ ആന്റണി, ലിൻസൺ പല്ലൻ, VV പിയൂസ്, ജെയിംസ് പറപ്പിള്ളി, മധുസൂദനൻ മാസ്റ്റർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്റ്റാൻലോ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ സർക്കാർ 1000 കോടി രൂപ കൊടുക്കാനുള്ളപ്പോൾ താലൂക്ക് ആശുപത്രികളിലും മെഡിക്കൽ കോളേജും ജന ഹോസ്പിറ്റലുകളിലും പാവപ്പെട്ടവന് മരുന്ന് ലഭിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എന്തോരം താഴ്ത്തേക്ക്, എന്തോരം ഭൂമിയുടെ അടിയിലേക്കാണ് ഈ കേരളത്തിലെ മെഡിക്കൽ രംഗം പോയത്. അപമാനമാണ് ഈ കേരളത്തിലെ മെഡിക്കൽ രംഗം. അത് തന്നെയല്ല, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊണ്ടുവന്ന വികസനങ്ങളെ ചൂട് പിടിച്ചുകൊണ്ട് ആരോഗ്യ രംഗത്തെ കൈപ്പിടിച്ചുയർത്താൻ യാതൊരു ഫണ്ടും വെച്ചില്ല. മന്ത്രി വീണ ജോർജും മന്ത്രി VN വാസവൻ അടക്കമുള്ള നേതാക്കൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരു പാവപ്പെട്ട സ്ത്രീ തലയോല പറമ്പിൽ നിന്ന് സ്വന്തം മകളുടെ ചികിത്സയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന ആ പാവപ്പെട്ട സ്ത്രീയുടെ കൊലപാതകം നടത്തിയത് കേരളത്തിലെ 2 മന്ത്രിമാരാണ് എന്ന് ആലോചിക്കണം. പേരെടുക്കാൻ പോയ വയറ്റാട്ടി ഇരുട്ട പറ്റൂ എന്ന് കേട്ടിട്ടേ ഉള്ളൂ.
നമ്മളിപ്പോ കോട്ടയത്തെ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണതിന് പേര് സമരം ചെയ്യാമെന്ന പുതുക്കാട് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് പുതിയ കെട്ടിടം ഇടിഞ്ഞു വീണിരിക്കുന്നുവെന്ന്. സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരിലും എല്ലാ ഹോസ്പിറ്റലുകളിലും ഇതുപോലെ ധർമ്മയും മാർച്ച് നടത്തി. നമുക്കറിയാം ഒട്ടേറെ കാര്യങ്ങളെ നേരത്തെ സൂചിപ്പിച്ചു. ഈ സമരത്തിന് എല്ലാ തോമസ് ഉണ്ണിയാടൻ MLA ആയിരുന്ന കാലത്ത് ആളൂർ ടൗൺ മോടി പിടിപ്പിക്കുന്നതിനായി അനുവദിച്ച 2 കോടി രൂപയുടെ ഫണ്ട് പിന്നീട് വന്ന LDF ജനപ്രതിനിധികൾ നഷ്ടപ്പെടുത്തിയെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ആളൂർ പഞ്ചായത്ത് ഉൾപ്പെടെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെമ്പാടും വികസന മുരടിപ്പാണ് LDF ഭരണത്തിലുണ്ടായിട്ടുള്ളതെന്നും മിനി മോഹൻദാസ് പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള മുന്നോടിയായുള്ള പാർട്ടിയുടെ ആളൂർ മണ്ഡലം സമ്മേളനം ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉച്ചകഴിഞ്ഞ് 3:30 നടക്കുന്ന സമ്മേളനം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് നൈജു ജോസഫ് പൂക്കൻ, മണ്ഡലം ഓഫീസ് സെക്രട്ടറി ജോബി മംഗലൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ജോജോ മാടവന, മേഖലാ കോർഡിനേറ്റർ ജോർജ് കുറ്റിക്കാടൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. SSF തൃശൂർ ഡിവിഷൻ സാഹിത്യോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ വരന്തരപ്പള്ളി പൗണ്ട് സെന്ററിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4-ന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി സാഹിത്യോത്സവത്തിന് തുടക്കമാകും. സ്വാഗത സംഘം ചെയർമാൻ ഹംസ കല്ലക്കാത്തുടി പതാക ഉയർത്തും. പാലപ്പിള്ളി സുന്നി റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് സയ്യിദ് ജാസിർ അധനി പ്രാർത്ഥന നിർവഹിക്കും. കവി C. രാവുണ്ണി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. SSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഹുസൈൻ ഹാളിലി പങ്കെടുക്കും. ഞായർ വൈകിട്ട് നടക്കുന്ന സമാപന സംഗമം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴപ്ര മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. SSF ജില്ലാ ജനറൽ സെക്രട്ടറി അനസ് ചേലക്കര പ്രമേയ പ്രഭാഷണം നടത്തും. MK മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ അവാർഡ് ദാനം നടത്തും. മനുഷ്യത്വം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി ചർച്ച സംഘടിപ്പിക്കും. പുസ്തകമേള, വിദ്യോത്സവ, സാംസ്കാരിക സംഗമം നടക്കും. 2 ദിനങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ 400-ൽ പരം പ്രതിഭകൾ 170 മത്സരങ്ങളിലായി 10 വേദികളിൽ മാറ്റുരയ്ക്കും. വാർത്താ സമ്മേളനത്തിൽ മൻസൂർ അക്തർ, മജീദ് തോട്ടുങ്ങൽ, ജൗഹർ അദനി, കാമിൽ സഖാഫി, അബ്ദുൽ ബാസിദ് അദനി, സ്വാദിഖ് കോടാലി എന്നിവർ പങ്കെടുത്തു. SSF തൃശൂർ ഡിവിഷൻ 32ാമത് എഡിഷൻ സാഹിത്യോത്സവ് ഈ വരുന്ന 12-13 ദിവസങ്ങളിൽ വരന്തരപ്പള്ളി പൗണ്ട് സെന്ററിൽ വെച്ച് നടക്കുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. മനുഷ്യത്വം എന്ന പ്രമേയത്തിൽ എവിടെയുണ്ടാ മനുഷ്യൻ എന്ന ശീർഷകത്തിലാണ് ഈ വർഷത്തെ സാഹിത്യോത്സവ് നടക്കുന്നത്. 1000-ഓളം ഫാമിലികളിലും ബ്ലോക്കുകളിലും 38 യൂണിറ്റുകളിലും 5 സെക്ടറുകളിലും മത്സരങ്ങളിൽ വിജയിച്ച പ്രതിഭകളാണ് ഡിവിഷൻ സാഹിത്യോത്സവങ്ങളിൽ മത്സരങ്ങളിൽ മാറ്റിരിക്കുന്നത്. 10 വേദികളിലായി 400-ൽ പരം പ്രതിഭകളാണ് ഈ സാഹിത്യോത്സവിൽ പങ്കെടുക്കുന്നത്. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിൽ അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, ജിജോ ജോൺ, പ്രിൻസി ഡേവിസ്, സജ്ജന ഷിബു, അശ്വതി പ്രവീൺ, ശൈലജ, സെക്രട്ടറി PB സുഭാഷ് എന്നിവർ സന്നിഹിതരായി. കിലയുടെ ഫാക്കൽറ്റികളായ ധന്യ, അശ്വതി, നിഷ എന്നിവർ ക്ലാസ് എടുത്തു. ഗ്രാമീണ മേഖലയിലെ തൊഴിൽ അന്വേഷകരായ യുവജനങ്ങൾക്ക് സൗജന്യ സ്കിൽ ട്രെയിനിങ്ങും തൊഴിലും നൽകുന്ന ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജനയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കൊടകര ബ്ലോക്കിൽ തുടക്കമായി. കുടുംബശ്രീ ചെയർപേഴ്സൺമാരായ അമ്പിളി ഹരി, സിന്ധു സുബ്രഹ്മണ്യൻ, ശാരദ കുമാരൻ, R. രാജേശ്വരി, ഗിരിജ പ്രേംകുമാർ, പ്രസന്ന ഷാജു, VS സുനിത, ജില്ലാ പ്രോഗ്രാം മാനേജർ MA അജീഷ, ബ്ലോക്ക് കോർഡിനേറ്റർ DT പോൾ എന്നിവർ സന്നിഹിതരായി. CRP മാർ ചേർന്ന് ബ്ലോക്ക് തല പോസ്റ്റർ വിതരണോദ്ഘാടനം നടത്തി. 88% വരെ പൊതുവിഭാഗത്തിനും 12% SC അല്ലെങ്കിൽ ST വിഭാഗത്തിനും സംവരണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള 3 മാസം മുതൽ 9 മാസം വരെയുള്ള കോഴ്സുകളാണ് പദ്ധതി മുഖാന്തിരം നൽകുന്നത്. കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് സെക്ടർ സ്കിൽ കൗൺസിൽ സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുക. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, എയർലൈൻ ക്യാബിൻ ക്രൂ, ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ, മൾട്ടി സ്കിൽ ടെക്നീഷ്യൻ, ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ്,
ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ, ബിസിനസ് ഇന്റലിജൻസ് അനലിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, ബ്യൂട്ടി തെറാപ്പിസ്റ്റ്, വെയർഹൌസ് എക്സിക്യൂട്ടീവ്സ്, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഫ്രണ്ട് ഓഫീസ് അസോസിയേറ്റ്, ഹെൽത്ത് കെയർ ഗിവിംഗ് അസോസിയേറ്റ് എന്നീ കോഴ്സുകളാണ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഭക്ഷണം, താമസം, യൂണിഫോം, പഠന സാമഗ്രികൾ എന്നിവ തികച്ചും സൗജന്യമാണ്. കോഴ്സുകളിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് പഞ്ചായത്തിലുള്ള കുടുംബശ്രീ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ആനന്ദ കലാസമിതി വായനശാലയിൽ സന്ദർശനം നടത്തി കടമ്പോട് LPU സ്കൂളിലെ വിദ്യാർത്ഥികൾ. ചടങ്ങിൽ സെക്രട്ടറി PS അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. PA രവി വായനയുടെ മഹത്വം കുട്ടികളുമായി പങ്കുവച്ചു. ഉഷാമാണി, അധ്യാപിക സൂര്യ എന്നിവർ പ്രസംഗിച്ചു. കാർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ഗുരുവായൂർ മാവിൻ ചുവട് സ്വദേശി സാബിറിൻ്റെ മകൾ സിയ ഫാത്തിമയാണ് മരിച്ചത്. പൊള്ളാച്ചിയിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടം. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഗുരുപൂർണിമ ആഘോഷിച്ചു. റിട്ടയർഡ് അധ്യാപകൻ C മഹേശ്വരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവി അധ്യക്ഷത വഹിച്ചു. KR സീന, അമിത പ്രതാപ്, അനുശ്രീ അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു. ജൂലൈ 12 മുതൽ വീണ്ടും വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 12-ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ജൂലൈ 13-ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ജൂലൈ 14-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും മഞ്ഞ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ആരോഗ്യമേഖലയെ സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ചും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റി വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC വൈസ് പ്രസിഡന്റ് ഷിജു വെളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം ചെയർമാൻ KL ജോസ്, ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ, ഡേവിസ് അക്കര, EA ഓമന, ആൻഡ്രൂസ് കണ്ണമ്പുഴ, സന്ദീപ് കണിയത്ത, ഔസിഫ്, KV പുഷ്പാകരൻ, സനൽ മഞ്ഞളി, പ്രീജ നായർ, K കൃഷ്ണൻകുട്ടി, ജോസ് പ്രകാശ്, ചന്ദ്രൻ പുതിയേടത്ത, പിൻഡോ മഞ്ഞളി, CM ആലിക്കുട്ടി, വാസുദേവൻ, PT ബെന്നി, ജോജോ പിണ്ടിയാൻ, P ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രീജ, അളാപ്പുര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ, വരന്തപ്പള്ളി കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് EA ഓമന, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സന്ദീപ് വിളയത്ത്, അതുപോലെ തന്നെ നെന്മണിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഔസഫ് നെന്മണിക്കര അടക്കമുള്ള ബ്ലോക്ക് ഭാരവാഹികളെ, സ്നേഹമുള്ള മണ്ഡലം ഭാരവാഹികളെ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ധർണ ഇവിടെ നിന്ന് നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ആരോഗ്യ മേഖല തകർന്ന് തരിപ്പടമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ ഇനി കാണാം ഇൻഫോടോക്ക്. ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയ ഭക്ഷണമാണ് ചെറുപയർ. ഇനി മുതൽ പ്രാതലിൽ മുളപ്പിച്ച ചെറുപയർ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും. റിപ്പോർട്ട് കാണാം. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ രാവിലെ കഴിക്കുന്നത് ആരോഗ്യത്തിനും ഊർജം ലഭിക്കുന്നതിനും സഹായിക്കുന്നു. ചെറുപയർ, വൻപയർ തുടങ്ങിയവയെല്ലാം തന്നെ തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് പിറ്റേന്ന് രാവിലെ കറി വെക്കുകയോ അല്ലെങ്കിൽ വെറുതെ കഴിക്കുകയോ ചെയ്യാവുന്നതാണ്. ഫൈറ്റിക് ആസിഡ് ഉൾപ്പെടെയുള്ള ആന്റി ന്യൂട്രിയന്റുകളും മുളപ്പിച്ച ചെറുപയറിൽ അടങ്ങിയിട്ടുണ്ട്. മുളപ്പിച്ച പയറിൽ ജീവനുള്ള എൻസൈമുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ഉപാപചയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. പയറുവർഗ്ഗങ്ങൾ മുളച്ചു വരുമ്പോൾ ഇവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. പയർവർഗ്ഗങ്ങളിൽ omega-3 ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു. മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് അസിഡിറ്റി പ്രശ്നം അകറ്റുന്നതിന് ഫലപ്രദമാണ്. ഇത്തരത്തിൽ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് വഴി ആസിഡിന്റെ അളവ് കുറച്ച് pH നില നിയന്ത്രിച്ചു നിർത്തുന്നു. പ്രോട്ടീനുകളുടെയും അവശ്യ അമിനോ ആസിഡുകളുടെയും ഏറ്റവും മികച്ച ഉറവിടങ്ങളിൽ ഒന്നാണ് പയർവർഗ്ഗങ്ങൾ.
കുറഞ്ഞ ഗ്ലൈസെമിക് സൂചിക കുറഞ്ഞ ചെറുപയർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മുളപ്പിച്ച പയർ സൂപ്പ്, സാലഡുകൾ എന്നിവയിൽ ചേർത്ത് കഴിക്കാം. മുളപ്പിച്ച ചെറുപയറിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അത് വിളർച്ചയുടെ ലക്ഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൊഴിലവസരങ്ങളും അറിയിപ്പുകളുമായി അവസരജാലകം. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ജൂലൈയിൽ ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ SSLC യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 7994449314. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8980 രൂപ, പവന് 71,840 രൂപ. റിട്ടയർഡ് അധ്യാപകൻ നന്ദിപുലം മാളിയേക്കൽ മഠം KP രാമൻകുട്ടി മാസ്റ്റർ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ദീർഘകാലം മുപ്ലിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും ചെങ്ങാലൂർ ഗവൺമെൻറ് LP സ്കൂൾ, വെള്ളിക്കുളങ്ങര ഗവൺമെൻറ് LP സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ പ്രധാന അധ്യാപകനുമായിരുന്നു. രമണി കുഞ്ഞമ്മയാണ് ഭാര്യ. രമ്യ, കൃഷ്ണദാസ്, കൃഷ്ണപ്രിയ എന്നിവർ മക്കളും. ഡോക്ടർ മധു, ഡോക്ടർ ശരണ്യ, പ്രവീൺ എന്നിവർ മരുമക്കളുമാണ്. നെന്മണിക്കര പൊന്നാരി വർഗീസ് ഭാര്യ ആനി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് നെന്മണിക്കര സെൻറ് മേരീസ് പള്ളിയിൽ. ജെയ്നി, ബാബു, രാജു, വിധു എന്നിവർ മക്കളും. വർഗീസ്, ആൻറ്റു എന്നിവർ മരുമക്കളുമാണ്. വെള്ളിക്കുളങ്ങര കളമ്പാടൻ ജോസഫ് ഭാര്യ കൊച്ചു തെരേസ്യ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേഴ്സി, ബാബു, സിസ്റ്റർ ബ്രിജിറ്റ് മരിയ, ബിൻസി, സിസ്റ്റർ ലിറ്റ്സി, ജിൻസി, സിസ്റ്റർ ലിജി ജോസ് എന്നിവർ മക്കളും. വർഗീസ് പന്തല്ലുകാരൻ, സിന്ധു കണ്ണാത്തുകുഴിയിൽ, ജോൺസൺ പടിഞ്ഞാക്കര, ബേബി കണ്ണമ്പടത്തി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലം ചെയ്ത കൽദായ സുറിയാനി സഭ ആർച്ച് ബിഷപ്പ് ഡോക്ടർ മാർ അപ്രേമിന് വിടചൊല്ലി സാംസ്കാരിക നഗരി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണ സംഭവത്തിൽ കോൺഗ്രസിന്റെ വ്യാപക പ്രതിഷേധം. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണ സംഭവത്തിൽ അന്വേഷണം നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി. SSF തൃശൂർ ഡിവിഷൻ സാഹിത്യോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ വരന്തരപ്പിള്ളിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.